ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും പുളിങ്ങ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ആരോഗ്യ ജാഗ്രത 2026 ഭാഗമായി മെഗാ ശുചീകരണ പരിപാടിക്ക് തുടക്കമായി. ചെറുപുഴയിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. വീടുകളിൽ നടത്തുന്ന പഞ്ചായത്ത് തല ഘടക സ്ഥാപനങ്ങളുടെ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, പൊതുയിടങ്ങൾ, ബസ് സ്റ്റാൻഡ്, അതുപോലെ റോഡുകൾ, ജലസ്രോതസ്സുകൾ ഇങ്ങനെയുള്ള പൊതുയിടങ്ങളിലെല്ലാം ശുചീകരിക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഇത് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, പൊതുവിടങ്ങളിലൊക്കെ മാലിന്യം വലിച്ചെറിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭക്ഷ്യത്തുകൾ, അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഒക്കെ നമുക്കിന്ന് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതെ, അത് നമ്മുടെ നാടിൻ്റെ അന്തസ്സിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. ഇങ്ങനെ അവിടെ ഇവിടെയും നമ്മൾ പൊതുവിടങ്ങളിൽ വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ അന്തസ്സിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോട് സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, അവർക്ക് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ ജീവനക്കാർ, അതുപോലെ ആശാവർക്കർമാർ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെല്ലാവരെയും, ഹരിതകർമ്മ സംഘക്കാരെ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയും. വൈസ് പ്രസിഡന്റ് സതീശൻ കർത്തിയപ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ ലീന വില്യംസ്, ലളിത ബാബു, KD പ്രവീൺ, ജമീല കോളയത്ത്, പുളിങ്ങാം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് V, കൃഷി ഓഫീസർ KR ജിതിൻ, കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ, ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ SPC സ്റ്റുഡൻസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന ശുചീകരണത്തിൽ വായനശാലകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, മതസ്ഥാപനങ്ങൾ, പൊതു ഇടങ്ങൾ തുടങ്ങിയവ ശുചീകരിക്കും. നമ്മളൊരു മഴക്കാല പൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ നമ്മുടെ പഞ്ചായത്തിലാകെ ഒരു സംസ്ഥാനത്താകെ നടപ്പിലാക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. നമ്മുടെ പ്രധാന ടൗണുകളും ചെറിയ ടൗണുകളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. അതുപോലെ വീടുകൾ, പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് വീടുകളാണ്. വീടുകൾ വൃത്തിയാക്കുക എന്നുള്ളത് വീട്ടുടമസ്ഥൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് പറയുന്നതിന് വേണ്ടി നമ്മുടെ ഏകദേശം ഒരു വാർഡിൽ 20ഓളം വരുന്ന വളണ്ടിയർമാർ വീടുകളിലൊക്കെ കയറി സന്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. രണ്ടാം ഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ സ്ഥാപന സ്ഥലങ്ങൾ നമ്മൾ വൃത്തിയാക്കണം സംസ്കാരം. രണ്ടാമത്, നമ്മുടെ മേഖലയിലൊന്നും രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് രോഗങ്ങൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം കൊതുകുകളാണ്, അതിൻ്റെ കാരണം മാലിന്യങ്ങളാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് മുദ്രാവാക്യമാണ് നമ്മളുടെ. അവിടെ തുടർച്ചയായി ക്ലിനിക്കിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ചെറുപുഴ ഒരു വലിയ കാർഷിക മേഖലയാണ്. പ്രധാനമായിട്ടും നമുക്ക് റബ്ബർ, കമുക് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്ന ഏരിയകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ, അതുപോലെ കൊതുക് വളരാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ റബ്ബർ തോട്ടങ്ങളിൽ ചിരട്ടകളൊക്കെ കമഴ്ത്തി വെക്കുക, അതുപോലെ തന്നെ ഈ കമുകിൻ തോട്ടങ്ങളിലുള്ള പാളകൾ, വെള്ളം കെട്ടിക്കിടക്കുന്ന പാളകൾ, അതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തോട്ടങ്ങളിലുള്ള ഇത്തരം ഷീറ്റുകൾ ഡ്രൈ ആക്കി വെക്കുക, വെള്ളം ഒഴിവാക്കുക. ഇതൊക്കെയാണ് കർഷകരോടായിട്ട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷൻ, ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വെറ്ററി, ഡിസ്റ്റൻസ്, കൃഷിഭവൻ എന്നിവയെല്ലാം ഒറ്റ ഒരു കോമ്പൗണ്ടിലായതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഈ ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവർക്കും ആശംസ നേരുന്നു. പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് നമ്മളിവിടെ എല്ലാ മാസങ്ങളിലും നമ്മൾ ശുചീകരണ പ്രവർത്തനം നടത്താറുള്ളതാണ്. നമുക്കിവിടെ എന്തെങ്കിലും വേസ്റ്റ് അല്ലെങ്കിൽ അത് ഇടാൻ പാടില്ലാത്ത ഹരിത ഓഫീസാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പ്രോഗ്രാമിന് മുൻകൈയെടുത്ത പഞ്ചായത്തിനും ഇതിൻ്റെ ബാക്കി സംഘാടകർക്കും എൻ്റെ ആശംസകൾ, പോലീസ് സ്റ്റേഷൻ്റെ ആശംസകൾ നേർന്നു.